Hello everyone. Today we are going to discuss about a portion from the chapter Structure of Banking in India. In this video, we are going to briefly discuss about the topics Land Development Banks, Industrial Reconstruction Corporation of India, IRCI, the Industrial Reconstruction Bank of India, IRBI, the Industrial Investment Bank of India, IIBI, their management and funds. Okay, now let's take the first topic, which is land development banks. These banks meet the long-term credit requirements of agriculturalists against security of their land for purchasing tools, implements, etc., for repaying old debts and for permanent improvements of land. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് അഗ്രികൾച്ചറലിസ്റ്റിന് വേണ്ടിയിട്ട് അവരുടെ ലാൻഡ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ദേ പ്രൊവൈഡ് ലോങ് ടേം ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് പതിയെ അടച്ചു കൊടുത്താൽ മതി. അങ്ങനെ ലോങ് ടേം ക്രെഡിറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? പർച്ചേസിങ് ടൂൾസ്, ഇംപ്ലിമെൻറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ. അതായത് അവർക്ക് ടൂൾസും ഈ അഗ്രികൾച്ചർ പർപ്പസിനായിട്ട് ആവശ്യമായിട്ടുള്ള ടൂൾസും ഇംപ്ലിമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് ദേ പ്രൊവൈഡ് ലോങ് ടേം ക്രെഡിറ്റ്സ് ആൻഡ് ഓൾസോ ഫോർ റീപേയിങ് ഓൾഡ് ഡെബ്സ്. അതായത് അവർ മുന്നേ എടുത്തിട്ടുള്ള കടങ്ങൾ അവർക്ക് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഓൾസോ പ്രൊവൈഡ് ദീസ് ലോങ് ടേം ക്രെഡിറ്റ്സ് ആൻഡ് ഓൾസോ അവരുടെ പെർമനൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് ഓഫ് ലാൻഡ്, അതായത് അവരുടെ ആ ഒരു ലാൻഡിൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും അങ്ങനെ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ദിസ് ലോങ് ടേം ക്രെഡിറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യും. ആര് പ്രൊവൈഡ് ചെയ്യും? ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. These banks are registered as a cooperative society with limited liability. അപ്പോൾ ഈ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത് അതൊരു കോർപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ചെറിയ ലിമിറ്റഡ് ലയബിലിറ്റിയിലാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനെ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ ദീസ് ബാങ്ക്സ് ഹാവ് 2 ടയർ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ ബാങ്കുകൾക്ക് 2 ടയർ സ്ട്രക്ചറാണ് ഈ ബാങ്കുകളുടേത്. And there is one state or central land development bank at state level. അത് സ്റ്റേറ്റ് ലെവലിൽ വരുമ്പോൾ എങ്ങനെയാണ്? there is one state or central land development bank. പിന്നെ ഇങ്ങനെയുള്ള ഈ ബാങ്കുകളെ മുന്നേ അറിഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ദിസ് ബാങ്ക് ഇസ് പ്രീവിയസ്ലി നോൺ ആസ് സെൻട്രൽ ലാൻഡ് മോർട്ടേജ് ബാങ്ക് എന്നാണ് മുന്നേക്ക് ഇതിനെ അറിഞ്ഞിരുന്നത്. അറ്റ് ദ ലോക്കൽ ലെവലിൽ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. there are branches of the state land development bank and primary land development banks. അതായത് ലോക്കൽ ലെവൽ, സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ എന്തായിരുന്നു? സ്റ്റേറ്റ് ഓർ സെൻട്രൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കും ലോക്കൽ ലെവലിൽ വരുമ്പോഴത്തേക്കും ദേ ഹാവ് ബ്രാഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ആൻഡ് പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ആൻഡ് ഇവരെങ്ങനെയാണ് ഇവരുടെ റിസോഴ്സസ് റേസ് ചെയ്യുന്നത്? ദേ റേസ് ദെയർ റിസോഴ്സസ് ബൈ ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ടു ദ പബ്ലിക്. പബ്ലിക്കിനായിട്ട് ഷെയർസും ഡിബെഞ്ചേഴ്സും ഇഷ്യൂ ചെയ്തിട്ടാണ് ഈ ബാങ്കുകൾ ഇവരുടെ റിസോഴ്സസ് റേസ് ചെയ്തിരുന്നത്. ദേ ഓൾസോ അക്സെപ്റ്റ് ലോങ് ടേം ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക്. അപ്പം ഈ ഇങ്ങനെയുള്ള ലോങ് ടേം ക്രെഡിറ്റ്സ് കൊടുക്കണമെങ്കിൽ അവർക്ക് ഒത്തിരി ഫണ്ട് വേണം. സോ ദേ ഓൾസോ അക്സെപ്റ്റ് ദിസ് ലോങ് ടേം ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക്. So moving on to the next topic, Industrial Reconstruction Corporation of India, IRCI. അപ്പോൾ എന്താണ് IRCI? The Industrial Reconstruction Corporation of India Limited was set up in April 1973 as a primary agency for rehabilitation of industrial sick units. അപ്പോൾ ഈ Industrial Reconstruction Corporation of India or IRCI ഒരു പ്രൈമറി ഏജൻസി ആയിട്ടാണ് സെറ്റപ്പ് ചെയ്തത്, which was in April 1973. അവ എന്തിന് സെറ്റപ്പ് ചെയ്തു എന്ന് വെച്ചാൽ ദ മെയിൻ അവരുടെ ആ ഒരു മോട്ടീവ് എന്താണെന്ന് വെച്ചിരുന്നാൽ റീഹബിലിറ്റേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്യൂണിറ്റ്സ്. അപ്പം ഇൻഡസ്ട്രിയിൽ വരുന്ന ഈ ഫിനാൻഷ്യലി വീക്കായിട്ടും അല്ലെങ്കിൽ ഒരു ബാഡ് പെർഫോമൻസസ് കാണിക്കുന്ന ഇൻഡസ്ട്രീസിനെ റീഹബിലിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഏജൻസി സെറ്റപ്പ് ചെയ്തത്. ദ മെയിൻ പേർപ്പസ് ഓഫ് IRCI വാസ് ടു പ്രിവെൻറ്റ് ആൻഡ് ക്യൂർ ദ പ്രോബ്ലംസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നെസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ സിക്നെസ് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി വീക്കായിട്ടുള്ള ആ ഒരു സ്റ്റേജ്, അതിനെയാണ് ഈ ഇൻഡസ്ട്രിയൽ സിക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ് ക്യൂർ ചെയ്യാനും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാണ്ടിരിക്കാനും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെയുള്ള ഏജൻസിയുടെ ഒരു മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് അതാണ്. പ്രിവെൻഷൻ ആൻഡ് ക്യൂർ
and it was expected to provide assistance to sick units for their rehabilitation and reconstruction. അപ്പോൾ ഈ ഒരു പ്രിവെൻഷനും ക്യൂറും മാത്രമല്ല, ഓക്കെ, സോ ഈ ക്യൂറിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിക്ക് യൂണിറ്റ്സിൻ്റെ ഒരു റീഹാബിലിറ്റേഷനും അതിൻ്റെ റീകൺസ്ട്രക്ഷനും അതിനെ ഒന്നും കൂടെ റീകൺസ്ട്രക്റ്റ് ചെയ്യാനും വേണ്ടിയുള്ള അസിസ്റ്റൻസ് കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള ഏജൻസീസ് ചെയ്യുന്നത്. Its authorized capital was rupees 25 crores, issued capital 10 crore, paid capital 2.5 crore ആയിരുന്നു. ആൻഡ് ദ എൻറ്റയർ റിസോഴ്സസ് ആർ സബ്സ്ക്രൈബ്ഡ്. അപ്പം ഈ ഒരു റിസോഴ്സസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, Industrial Finance Corporation of India, Industrial Credit and Investment Corporation of India, Life Insurance Corporation, State Bank of India and the nationalized banks. അപ്പോൾ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെയാണ് ഇവരുടെ ഈ റിസോഴ്സസ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. ആൻഡ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഗ്രാൻറ്റഡ് ആൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഓഫ് റുപ്പീസ് 10 crores. അപ്പോൾ ഇങ്ങനെയുള്ള റീഹാബിലിറ്റേഷനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഫ്രീ ലോൺ ഓഫ് 10 crores ഇവർക്ക് ഗ്രാൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ദ ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ദ ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ took over Industrial Reconstruction Corporation of India with effect from 20th March 1985. അപ്പോൾ 20th March 1985 എന്ന് മുതൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ IRBI took over ഏറ്റെടുത്തു. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ക്രെഡിറ്റ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ഏജൻസി ഫോർ ഇൻഡസ്ട്രിയൽ റിവൈവൽ. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പൽ ക്രെഡിറ്റ് റീകൺസ്ട്രക്ഷൻ ഏജൻസിയാണ്, ഒരു ക്രെഡിറ്റ് നൽകുന്ന. ആൻഡ് ദിസ് റീകൺസ്ട്രക്ഷൻ നേരത്തെ പറഞ്ഞ റീഹബിലിറ്റേഷൻ റീകൺസ്ട്രക്ഷൻ അങ്ങനെ നടത്തുന്ന ഒരു പ്രിൻസിപ്പൽ ഏജൻസിയാണ് ഫോർ ഇൻഡസ്ട്രിയൽ റിവൈവൽ. അതായത് ഇങ്ങനെ സിക്കായിട്ട് കിടക്കുന്ന ഇൻഡസ്ട്രിയൽ സിക്നെസ് ഉള്ള ഇൻഡസ്ട്രീസിനെ ഒന്നും കൂടെ ഒന്ന് ആക്റ്റീവാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പൽ ക്രെഡിറ്റ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ഏജൻസിയാണ്. അവരതെങ്ങനെയാണ് ചെയ്യുന്നത്? ബൈ അണ്ടർടേക്കിംഗ് മോഡേണൈസേഷൻ, എക്സ്പാൻഷൻ, റീഓർഗനൈസേഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ ഓർ റാഷണലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവർ ആ ഒരു വീക്ക്നെസ്സിൽ നിന്ന് അവരൊന്ന് ആക്റ്റീവാക്കി എടുക്കുന്നത്. ആൻഡ് ദെൻ this coordinates and this agencies also coordinates similar works of other institutions engaged in to assist rehabilitate ഇൻഡസ്ട്രിയൽ കൺസേൺസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ കൺസേൺസ് ഉള്ള ഈ ഇൻഡസ്ട്രീസിനെയൊക്കെ റീഹാബിലിറ്റ് ചെയ്യുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കോർഡിനേറ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള ഏജൻസീസ് ഹെൽപ്പ് ചെയ്യും. The authorized capital of IRBI was rupees 200 crore and paid up capital as on 31st March 1989 was rupees 112.5 crores. Next is Industrial Investment Bank of India, IIBI. IRBI was reconstituted as Industrial Investment Bank of India in March 1997. The entire assets and liabilities of IRBI were transferred to IIBI. അപ്പോൾ IRBIനെ ഒന്നും കൂടി റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് IIBI നിലവിൽ വന്നത്, വിച്ച് ഇസ് ഇൻ March 1997. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ IRBIയുടെ എല്ലാ ആസറ്റ്സും ലയബിലിറ്റീസും എല്ലാം അതേപാട് IIBIക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. And then now moving on to the functions, it grants loans and advances to industrial concerns. അപ്പോൾ ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ആവശ്യമായിട്ടുള്ള ലോൺസും അഡ്വാൻസസും ഈ നമ്മുടെ IIBI ഗ്രാൻറ്റ് ചെയ്യുന്നുണ്ട്, which is their main function. It underwrites stocks, shares, bonds and debentures. അപ്പം ഈ സ്റ്റോക്സും ഷെയർസും ഈ ബോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു പിക്ചർ ദേ ടേക്ക് ആസ് എ ഫങ്ഷൻ. ഇറ്റ് അണ്ടർറൈറ്റ്സ് ദിസ് സ്റ്റോക്സ്, ഷെയർസ്, ബോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. And next is it guarantees loans or deferred payments and performance obligations of any contracts undertaken by industrial concerns. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ആവശ്യമായിട്ടുള്ള കോൺട്രാക്ട്സ്, അങ്ങനെയുള്ള കോൺട്രാക്ട്സ്, പെർഫോമൻസ് ഒബ്ലിഗേഷൻസിനായിട്ടുള്ള കോൺട്രാക്ട്സ്, അതിന് വേണ്ടിയിട്ടുള്ള ലോൺസും ഡിഫേർഡ് പേയ്മെൻറ്റ്സും ഗ്യാരണ്ടി ചെയ്യുന്നത് മറ്റൊരു ഫംഗ്ഷനാണ് IIBI. Now this Industrial Investment Bank of India or IIBI acts as an agent. ഇതൊരു ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. ആർക്കൊക്കെ വേണ്ടിയിട്ട്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, RBI, സ്റ്റേറ്റ് ബാങ്ക്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക്സ്, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്,
state financial corporations, etc. It provides ancillary services such as consultancy, merchant banking and equipment leasing. അപ്പോൾ ഇങ്ങനെയുള്ള ആൻസിലറി സർവീസസ് ആയിട്ടുള്ള കൺസൾട്ടൻസിയും മെർച്ചൻറ്റ് ബാങ്കിങ്ങും ഈ എക്യുപ്മെൻറ്റ്സ് ലീസിന് കൊടുക്കുന്ന അങ്ങനെയുള്ള സർവീസസ് IIBI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് IRBI prepares viability report of SIC units, schemes of amalgamation, merger, reconstruction, sales, etc. അപ്പോൾ ഈ IRBI പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വയബിലിറ്റി റിപ്പോർട്ട് ഓഫ് സിക്ക് യൂണിറ്റ്സ്, നേരത്തെ പറഞ്ഞ സിക്ക് യൂണിറ്റ്സിൻ്റെ ഒരു വയബിലിറ്റി റിപ്പോർട്ട്, പിന്നെ സ്കീംസ് ഓഫ് അമാൽഗമേഷൻ. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ അമാൽഗമേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more companies into a new entity. പിന്നെ merger എന്ന് പറയുമ്പോഴത്തേക്കും merger is an agreement that unites 2 existing companies into 1 new company. അപ്പോൾ ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഒരു two distinct things ആണ്. Amalgamation is distinct from a merger because neither company involved survives as a legal entity. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു schemes of amalgamation, merger, reconstruction, sales, etc. ഇതൊക്കെ ആര് പ്രിപ്പയർ ചെയ്യും? IRBI പ്രിപ്പയർ ചെയ്യും. And implementation thereof and providing land and machinery on lease basis. അപ്പോൾ ഈ പറഞ്ഞ സ്കീമിൻ്റെയൊക്കെ ഒരു ഇംപ്ലിമെൻറ്റേഷനും അതിന് ശേഷമായിട്ടുള്ള എന്താണ് ഈ ലാൻഡ് മെഷീനറിയും ലീസിന് അവർക്ക് ലീസ് ബേസിസിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ആര്? IRBI. It adopts developmental activities like providing infrastructural facilities, raw materials, etc. അപ്പോൾ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസും ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ആര്? IIBI ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് അഡോപ്റ്റ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസും ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യും. Now ഇതിൻ്റെ മാനേജ്മെൻറ്റും ഫണ്ട്സിനെയും പറ്റി ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഫൈനലി ദ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് IIBI കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെയർമാൻ, 1 deputy governor of RBI, a nominee director of IDBI and not more than 15 nominee directors of the union government. And then going to the funds, ഇവരെങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്സ് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. The share capital of the IIBI is held by the union government. അപ്പോൾ IIBIയുടെ ഷെയർ ക്യാപിറ്റൽ ഹെൽഡ് ചെയ്യുന്നത് യൂണിയൻ ഗവൺമെൻറ് ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബോറോ ഫണ്ട്സ് ഫ്രം ദ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും ഫണ്ട്സ് ബോറോ ചെയ്യാനും പറ്റും. ആൻഡ് ഓൾസോ ബൈ വേ ഓഫ് ഇഷ്യൂയിങ് ബോണ്ട്സ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. നമ്മൾ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ കാര്യത്തിൽ ഫണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ വി സെഡ് ദാറ്റ് വി ക്യാൻ ഓൾസോ കളക്ട് ഓർ വി ക്യാൻ ഓൾസോ have this funds by way of issuing bonds and debentures. അപ്പോൾ പബ്ലിക്കിനായിട്ട് ബോണ്ട്സും ഡിബെഞ്ചേഴ്സും ഇഷ്യൂ ചെയ്ത് വി ക്യാൻ ഓൾസോ ഗെറ്റ് ഫണ്ട്സ് ഫ്രം ദാറ്റ്. സോ ഫൈനലി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് കവർ ചെയ്ത ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ from the structure of banking in India, we covered a portion of topics: land development banks, Industrial Reconstruction Corporation of India, IRCI, Industrial Reconstruction Bank of India, IRBI, and then Industrial Investment Bank of India, IIBI, their management and funds. So I hope everyone understood the covered topic. Thank you.